ഹലോ മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിറം ആർട്ട് ആൻഡ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു മനുഷ്യൻ്റെ മുഖം എങ്ങനെ വരയ്ക്കാം, അതിനാവശ്യമുള്ള അളവുകൾ, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ എങ്ങനെയാണ് മുഖം വരയ്ക്കേണ്ടുന്ന രീതി എന്നുള്ളൊരു മെത്തേഡാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും എന്നെനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. പ്രാരംഭത്തിൽ ഡ്രോയിങ് പഠിക്കുന്നവർക്ക് ഒത്തിരി പ്രയോജനപ്പെടും ഈ ഒരു മെത്തേഡ്. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു വൈറ്റ് പേപ്പർ എടുത്തു. ഏകദേശം ഒരു സെൻറ്റർ ഭാഗമായിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു ലൈൻ ഇവിടെ വരയ്ക്കുകയാണ്. ശ്രദ്ധിച്ച് നോക്കുക, 5 ഇഞ്ച്. ഓക്കെ, കാണുവാൻ വേണ്ടി ഒന്ന് കട്ടിയായിട്ട് വരയ്ക്കുന്നുണ്ട്, കാണാൻ കഴിയും നിങ്ങൾക്ക്. 5 ഇഞ്ച് ഒരു ലൈൻ ഇവിടെ ഇട്ടു. ശേഷം ഞാൻ ചെയ്യുന്നത് 1.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. 1 ഇഞ്ച്, 1/2 ഇഞ്ച്, 1.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. ഇവിടെ 1.5, ഇവിടെ 3 ഇഞ്ച്. ശേഷം ഞാൻ ഇവിടെ 3.5, 3.5 ഇഞ്ചിൽ ഞാനൊന്ന് മാർക്ക് ചെയ്തു. ശേഷം ഞാനിവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ ലാസ്റ്റ് 5 ഇഞ്ച്. ഓക്കെ, ഇത്ര മാർക്ക് ചെയ്തു. ഒന്നുകൂടെ പറയുന്നു, 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ശേഷം ഈ 1.5ൽ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. 3ൽ നിന്ന് 3.5 മാർക്ക് ചെയ്തു. ഈ 3.5ൽ നിന്ന് 4 മാർക്ക് ചെയ്തു. 4ൽ നിന്ന് 5 മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇത് ഒരു ചിത്രമാക്കി മാറ്റണം. അതിനുവേണ്ടി ഇതൊരു ഫേസ് ആക്കി മാറ്റണം. ഞാനിവിടെ 2 ഇഞ്ച് ഇങ്ങോട്ട് ഞാൻ മാർക്ക് ചെയ്തു. നിങ്ങൾ കാണുന്നുണ്ടാകും. അതുപോലെ ഇവിടെ ഇങ്ങോട്ടും 2 ഇഞ്ച് മാർക്ക് ചെയ്തു. 2 ഇഞ്ച് ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, പഠിച്ച് വരയ്ക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പഠിച്ചവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അവർക്ക് എങ്ങനെ വരച്ചാലും അവർ മുഖം വരച്ചെടുക്കും. പ്രാരംഭത്തിൽ നിങ്ങൾ വരച്ച് ശീലിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഞാനിവിടെ 1.5 ഇഞ്ച് ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് ഞാൻ ഇങ്ങോട്ടും മാർക്ക് ചെയ്തു. ഓക്കെ, ശേഷം ഈ ഒരു ഭാഗത്ത് ഞാൻ ഇവിടെ 1 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യണം. 1 ഇഞ്ച് ഇങ്ങോട്ട്, 1 ഇഞ്ച് ഇങ്ങോട്ട്, 1 ഇഞ്ച്. ഇവിടെ ഞാൻ അതുപോലെ തന്നെ ഞാൻ 1 ഇഞ്ച് ഇങ്ങോട്ടും 1 ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ കാണാൻ കഴിയും. ഇതിനൊരു ഫേസ് ആക്കി മാറ്റണം. മനുഷ്യർക്കിടയിൽ പല മുഖങ്ങളുമുണ്ട്. ദീർഘമുഖം, വട്ടമുഖം, കവിളുള്ള മുഖം, കവിളൊട്ടിയ മുഖം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പ് നിങ്ങൾ വരച്ചെടുക്കുക. ഞാനിവിടെ ഒരു ഷേപ്പ് ഞാൻ വരച്ചെടുക്കുകയാണ് ഇവിടെ. ഓക്കെ, ഒരു ഷേപ്പ് ഞാൻ വരച്ചെടുക്കുകയാണ്. ഒരു ഫേസിൻ്റെ ഒരു ഷേപ്പ് ഞാൻ വരച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കൊടുത്തിരിക്കുന്ന ഈ ഒരു ലൈൻ വെച്ച് ഫേസ് രൂപത്തിൽ ഒരു ഷേപ്പിന് വേണ്ടി വരച്ചെടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ദീർഘമുള്ള മുഖമോ വട്ടമുഖമോ ഒക്കെ വരച്ചെടുക്കാം. ഓക്കെ, ഞാനൊരു ഫേസിൻ്റെ രൂപം ഇവിടെ ആക്കിയെടുത്തു. ഇനി ചുമ്മാ ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിതാ നിങ്ങളെ കാണിക്കാം. ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഇവിടെ ഇങ്ങനെ റൗണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് ഇട്ട് കൊടുക്കുകയാണ്. താഴെ ഒരു റൗണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു റോബർട്ട് പോലെ തോന്നി നിങ്ങൾക്ക്. ഓക്കെ, ഇതിനകത്ത് മുഖത്തിൻ്റെ ഒരു സിമ്പൽ വരും. ഇങ്ങനെയും വരച്ചു തുടങ്ങാം. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ്. ഓക്കെ, ഞാനിതാ ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നു. ഇതാ ഇവിടുന്ന് ഞാൻ ഈ ഫേസ് ഒന്ന് ഇങ്ങോട്ട്, ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു റൗണ്ട് വരച്ച് കാണാം. ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, കൊണ്ടുവന്ന ശേഷം ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ഒരു കുഴി പോലെ ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇവിടെ നിന്ന് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ചെവിയുടെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഓക്കെ, ചെവിയുടെ ഒരു ഔട്ട്ലൈൻ കൊടുത്ത് ഏകദേശം ഈ ചുണ്ടിൻ്റെ ഈ ഒരു ഭാഗം വരെ വരട്ടെ ഈ ഔട്ട്ലൈന്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ഒരു ചെവിയുടെ ഭാഗം ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇത് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വൃത്തിയാകണമെന്നില്ല, എങ്കിലും നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, ഞാനിതവിടെ ഇവിടെ ഞാൻ ഒരു
ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്നു. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെയുള്ള ആളെ വരയ്ക്കണമെന്നുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ ഇവിടെ നിന്നൊരു സെൻറ്ററിൽ നിന്ന് ഒരു മുടിയുടെ ഒരു വഴവെടുത്തു. ഇവിടെ വന്നു. ഇവിടെ ഞാനിത് ഇങ്ങനെ ചെയ്ത് കൊടുത്തു. ഇങ്ങോട്ടും 1, 2, 3 പ്രാവശ്യം നിങ്ങൾ ചെയ്യണം, അപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഞാനിതാ ഇവിടെ ഇങ്ങോട്ട് ഞാൻ ഒരു വരച്ചു. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഇവിടെ ഞാൻ വരച്ചെടുത്തു. ഇനി മുടിയുടെ ഒക്കെ ഇമേജ് നമ്മൾ വരയ്ക്കണം. മുടി എങ്ങനെയാണ് വരുന്നത് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. പല ഫോട്ടോസുകൾ കാണുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക, എങ്ങനെയാണ് നമ്മൾ മുടി വരയ്ക്കുന്നതൊക്കെ നോക്കുക. ഓക്കെ, പക്ഷേ ഈ ഒരു കാര്യം മറന്നു പോകരുത്. ഓക്കെ, ഇനി ഇതിനകത്ത് പിരിക വരണം. ഓക്കെ, അപ്പോൾ ഞാൻ പിരിക വരയ്ക്കുകയാണ്. ഇതാ പിരിക ഞാനിവിടെ വരച്ചു, കാണാൻ കഴിയുന്നുണ്ടാകും. ഇവിടെ ഞാനിതാ പിരികയുടെ വരച്ചു. പിരിക എനിക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് പ്രയാസങ്ങളുണ്ട്. ഓക്കെ, പിരിക വരച്ചു. ഓക്കെ, ഇനിയൊരു ഒരു ചെറിയൊരു ഔട്ട്ലൈൻ മാത്രം. ഞാൻ മൂക്ക് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇവിടെ ഇതാ ഇങ്ങനെ വന്നു. ഓക്കെ, ഞാനിവിടെ ഇതാ വരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിതിനകത്ത് ഇവിടെ ഈ മീശയുടെ ഭാഗം വെച്ചാൽ ഈ ഒരു മൂക്കിൻ്റെ താഴ് ഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു ഒരു എഡ്ജ് അറിയാമല്ലോ. ഓക്കെ, ഇനി ഇവിടെ ഇതാ ഒരു ചിരിക്കുന്ന മുഖമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൂർപ്പിച്ചെടുക്കാൻ പാടില്ല, ഒന്ന് പരത്തിയെടുക്കണം. ഓക്കെ, ഒന്ന് പരത്തിയെടുത്ത് അധികം താഴേക്ക് ഇറക്കി വരയ്ക്കാതെ ഒന്ന് ഇത് തന്നെ. ഓക്കെ, ചുണ്ടിന് കട്ടി കുറച്ചിട്ട് ഇവിടെ ഇതാ. ഓക്കെ, ഇനി താഴ്ചുണ്ട് കുറച്ച് അതൊക്കെ ഓരോരുത്തർ സ്റ്റൈലാണ്. കട്ടിയായിട്ട് കുറച്ച് വരച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ താടിയുടെ ആ ഒരു കൊഴിഞ്ഞ ഭാഗം. ഓക്കെ, ഇനി ഇവിടെ ഇതാ ഈ ഒരു സ്പേസ് മനസ്സിലാക്കണം. ഇവിടെ ഈ കൺഭാഗമാണ്. ഓക്കെ, ഇവിടെ ഞാൻ വരച്ചെടുക്കുന്നു കൺഭാഗം. നേരത്തെ പറഞ്ഞ അളവ് നിങ്ങൾ മറന്നു പോകണ്ട. ഓക്കെ, നമ്മുടെ വര ഏകദേശം കഴിയാറായി. ഓക്കെ, ചെവിയുടെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്യുക. ചെവി ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, ഒരു ചെറിയൊരു ഇങ്ങനൊരു കമ്മൽ പോലെ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ വരച്ചു കൊടുക്കുന്നു. ഒരു ചെറിയൊരു കാത് വരച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ഇതാ ഞാനിങ്ങനെ ഒരു ചെറിയൊരു കമ്മൽ വരച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇനി കഴുത്തിൻ്റെ ഭാഗം തുടങ്ങുന്നത് ഏകദേശം നമ്മുടെ ഈ ചെവിയുടെ ഭാഗത്തുനിന്ന് കുറച്ച് അകത്തേക്ക് വന്നിട്ട്. ഓക്കെ, കുറച്ച് നീളമുള്ള കഴുത്ത്. ഓക്കെ, ഇങ്ങനെ വരച്ച് ഇവിടെ കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഡ്രസ്സിൻ്റെ ഒരു ഭാഗം, അതുപോലെ ഇവിടെ ഡ്രസ്സിൻ്റെ ഒരു ഭാഗം വരച്ചെടുക്കുന്നു. ഞാൻ മുടി മടഞ്ഞിട്ട ഒരു മുടിയാണ് വരയ്ക്കുന്നത്. ഞാൻ ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ വന്നു ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ 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 അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫേസ് വരയ്ക്കുന്നത്.